ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അതിലും നൂറും കൂടി പറയാണ് അനുമോൾ വെക്കുന്ന ആഹാരമൊക്കെ എല്ലാവരും കഴിക്കണം, അനുമോൾ പറയുന്ന പോലെയൊക്കെ അനുസരിക്കണം. എല്ലാം പറഞ്ഞാൽ അനുമോൾക്ക് അങ്ങോട്ട് ദേഷ്യം വരും. എല്ലാവരെയും വെച്ചിട്ട് അടിച്ചേൽപ്പിക്കുന്ന മാതിരിയാണ് അനുമോളുടെ ഓരോരോ ആക്ടിവിറ്റീസ് നിന്ന് അവളുടെ ഫ്രണ്ട് തന്നെ അതിലെന്ന് പറയും പ്രത്യേകം എടുത്ത് അവിടെ പറയുന്നു. രണ്ടുപേരും കൂടി സംസാരിക്കുന്നു ഇങ്ങനെ തനിച്ചിരുന്നിട്ട് രണ്ടുപേരും ചേർന്നിട്ടും. അത് കറക്റ്റാണല്ലേ, നമുക്ക് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ടല്ലേ തോന്നുന്നത്. അനുമോൾ എൻ്റെ ഓരോരോ ആക്ടിവിറ്റീസൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നുന്നത്. പിന്നെ അതിൽ വന്നിട്ട് അതിലേക്ക് പെട്ടി എടുക്കണത്ര കാരണം എന്താണെന്ന് അതിൽ നൂറും കൂടി സംസാരിക്കണം. ഇവർക്ക് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അതുകൊണ്ട് ഞാൻ അതുവരെ നിൽക്കുകയാണെങ്കിൽ ക്യാഷിൻ്റെ പെട്ടി വരുമല്ലോ, അപ്പോൾ അത് ഞാൻ എടുക്കണമെന്ന് അതിൽ പറയുന്നു. നൂറ് പറയുന്നു എനിക്ക് ടോപ്പ് 5 വന്നാൽ മതി എന്നുള്ളതിൽ നൂറ് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കൂടിയിട്ട് ഇതാണ് സംസാരിക്കുന്നത്. പിന്നെ വീക്കിലി ടാസ്ക് ആയിരുന്നു. വീക്കിലി ടാസ്കിൽ വന്നിട്ട് റൂമിൽ ഫുള്ള് അവിടെ ആയിട്ട് കോയിൻസ് അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇവരെല്ലാവരും കൂടി ചേർന്ന് തേടി എടുക്കണം കോയിൻസ്. ആർക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടണോ അത് അവരെ ലക്ക്. എന്നിട്ട് ബിഗ് ബോസിനോട് ക്രാച്ചസ് ചെയ്തിട്ട് അത് എത്ര പോയിൻറ്റ്സ് ഉണ്ടെന്നുള്ളത് കാണിക്കണം. ആര്യൻ എന്ത് ചെയ്യുന്നറിയോ, 3-4 കോയിന് വന്നിട്ട് ഒളിപ്പിച്ചിട്ട് പോക്കറ്റിൽ വെച്ചിരിക്കുന്നു. ബിഗ് ബോസ് പറഞ്ഞു, അപ്പോൾ ഈ കോയിൻ ഇങ്ങനെ ഒഴിച്ച് കാണിക്കുന്ന സമയത്ത് ആര്യൻ നിങ്ങൾ പോക്കറ്റിനുള്ളിൽ തനിച്ച് എടുത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതെന്താ ഇങ്ങനെ ചെയ്തത് എന്നുള്ളതിൽ ചോദിക്കുന്നു. ആര്യന് ഒരു 50-100 പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് ഓരോ കോയിനും ഉണ്ടെങ്കിൽ ഈ ഒളിപ്പിച്ച് വെക്കുന്നതിൽ ന്യായം. എങ്ങനെ ഇത്ര ക്യാമറയുണ്ട് അതിൽ കാണുന്നും ആര്യനെ അറിയുകയും ചെയ്യാം. എന്നിട്ടും ആര്യൻ ഈ ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോ? അതില്ല അല്ലേ. ആര്യൻ അങ്ങനെ ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ട് ഈ ഓരോരോ കോയിനും ഇങ്ങനെ നോക്കുമ്പോൾ 1 പോയിൻ്റ് 2 പോയിൻ്റ്, അപ്പോൾ അവർക്ക് എത്ര പോയിൻറ്റ്സ് ആയി എന്നുള്ളത് വേണം അവിടെ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതായിരുന്നു ഇന്നലെ കൊടുത്തത്. പിന്നെ വന്നിട്ട് ഷാനവാസിന് 58 പോയിൻറ്റും കിട്ടിയിട്ട് ആര്യന് 261 പോയിൻറ്റ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് കിട്ടിയ ആൾ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല അല്ലേ. അവിടെ അനീഷ് അവിടെ പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് ആര്യൻ നല്ല കളകളിയാണ് കളിച്ചത്, ആര്യന് പോയിൻറ്റ്സ് കൊടുക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് അവിടെ പ്രത്യേകം എടുത്ത് അനീഷ് അവിടെ വന്നിട്ട് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിനെ കൊണ്ട്. പിന്നെ അനീഷ്, ആര്യൻ, ഷാനവാസ്, അനുവിനും ഇവർ 4 പേർക്ക് ഓരോ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കോയിൻ കൊടുത്തതിന് ശേഷം ഓരോരോ പണിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഷാനവാസിന് ഉപ്പിടാണ്ട് ഭക്ഷണം കഴിക്കണം, അനുമോൾക്ക് സ്വീറ്റ്സ് കഴിക്കാൻ പാടില്ല, ആര്യന് വന്നിട്ട് നോൺ വെജ് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു, നോൺ വെജും ഉരുളക്കിഴങ്ങും കഴിക്കാൻ പാടില്ല ആര്യന്. പിന്നെ അനീഷിന് ഫുഡ് കഴിക്കുമ്പോൾ 3 പേർക്ക് ഷെയർ ചെയ്തിട്ട് കൊടുക്കണം. ഇതാണ് ഇവർക്ക് കൊടുത്ത ഓരോരോ പണിയിട്ടാ. പിന്നെ അനു വന്നിട്ട് ഒരു ദിവസം മുഴുവൻ ആരോടും മിണ്ടിയില്ല. അനു വേറെ പർപ്പസായിട്ട് ചെയ്തതാണ് അത്ര. ആരോടും മിണ്ടാണ്ട് ആരെന്താണ് നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഖം പൊറിപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് പോയിട്ടിരിക്കുക, ആരോടും സംസാരിക്കില്ല. അങ്ങനെ ഒരു ഭയങ്കര അന്നത്തെ ദിവസം മുഴുവൻ അനു ഭയങ്കര സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആര് സംസാരിച്ചാലും എന്താ ഈ ടാസ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറൊക്കെ പോയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നോ, ശരി പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അനു ആരോടും മിണ്ടണേ ഇല്ല, ഭയങ്കര മൂടിയായിട്ട് ഇങ്ങനെ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം മുഴുവൻ. പിന്നെ അതിലും അക്ബറും കൂടിയിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ബൊമ്മൻ്റെ എടുത്ത് വെച്ചതൊക്കെ അതിലാണല്ലോ എടുത്തിട്ട് വന്നത്. അപ്പോൾ അതിൽ പറഞ്ഞു അക്ബറിനോട്, ഞാനാണ് കേട്ടോ അതൊക്കെ മോഷ്ടിച്ചത് എന്നുള്ള രീതിക്ക് പറയണം. അപ്പോൾ അക്ബർ പറഞ്ഞു, എനിക്കതറിയാം, നിങ്ങളെന്നെ മോഷ്ടിച്ചു എന്ന് എനിക്കത് അറിഞ്ഞു എന്നും പറഞ്ഞിട്ട് അക്ബർ പെട്ടെന്ന് കരഞ്ഞു. എനിക്ക് ഫ്രണ്ട്സും ഗ്രൂപ്പായിട്ടുണ്ടെങ്കിലാണ് എനിക്കൊരു മനസ്സിന് സമാധാനം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭയങ്കര ഫീലാവണു, ആരും ഇല്ലാത്തപ്പോഴുള്ളൊരു ഫീൽ അക്ബറിന് ഭയങ്കരമായി തോന്നുന്നു അത്ര. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കുക, കൂടെ ഇരുന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അക്ബറിന് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നും പറഞ്ഞ് വിഷമിച്ചൊക്കെ പെട്ടെന്ന് കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടത് ആദിലയും കരയുന്നുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്കും സപ്പോർട്ടും ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.